ഹലോ ഗൈസ്, നമ്മൾ ഡിമാർട്ടിക്ക് പോവാണ് സാധനങ്ങൾ വാങ്ങാൻ. ഇവര് നമ്മുടെ 4100 രൂപ അത് പറയണ്ടല്ലേ. ഇവര് നമ്മുടെ കുറെ കാശ് റെന്റ് വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇട്ടൊരു മാസ്റ്റർ പ്ലാനാണ് കുറെ വെള്ളം യൂസ് ചെയ്യുക, കുറെ കറണ്ട് യൂസ് ചെയ്യുക. എന്താ റൂമിലേക്കും ഹാളിലേക്കൊക്കെ ലേറ്റിട്ട് പോവുക. Come on, let's go. പട്ടിയാവേ ഞാൻ കോളേജിൽ പോയില്ലേ, ഗൈസ്. എനിക്കിപ്പ ഇവര് കോളേജിൽ പോയി, അതാണ് ഈ എന്താ പറയാ, അല്ല അല്ല ഭയങ്കര ചുരിദാറൊക്കെ ഇട്ട് നല്ല നാടൻ പെൺകുട്ടികളെ പോലെ വരുന്നത്. ഞാനൊരു കോയമ്പത്തൂർ ഇപ്പൊ കാറ്റുകാലാണ് അല്ലേ? സാറ് പറഞ്ഞൊന്നും കേട്ടില്ല. കോയമ്പത്തൂർ ഇപ്പൊ കാറ്റുകാലം, അത്ര മഴക്കാലൊക്കെ കഴിഞ്ഞു. കോയമ്പത്തൂരത്തെ പറയണത് ശരിയാ. കാറ്റ് നമ്മുടെ നാട്ടിലില്ലേ കാറ്റാലും മറ്റേ ചുണ്ടൊക്കെ പൊട്ടുന്ന കാലം, തണുപ്പ് കാറ്റ്, നല്ല കാറ്റടിക്കുമ്പോ ഇങ്ങനെ സ്കിന്നൊക്കെ വറ്റി വരാനുള്ള കാലം. എങ്ങനെ ഷാനിയ മാല മാറ്റി. ഷാനിയുടെ മാല രസമില്ല. എന്റെ മാല മാറ്റി, എന്റെ മുട്ടം മുറിഞ്ഞു, തല പൊട്ടി, ഒരുപാട് തല പൊട്ടി. എന്റെ സ്റ്റോറി പറയും. തല പൊട്ടിയത് എങ്ങനെയാ പറയേ, ഇവരും കൂടി അറിയാൻ പാടിയുള്ളൂ. പറയേ തല പൊട്ടിയത് എങ്ങനെയാ പറയേ. വെജിറ്റേറിയനിൽ ടവൽ വേണം. അപ്പൊ ടവൽ എടുക്കാൻ കുത്തി. ആര് കുത്തി? തല കുത്തി, അതിന്റെ മേലെ ബെഞ്ചിന്റെ മൂലക്ക് തല കൊണ്ടിടിച്ചു. കോണം എന്നെ കൊണ്ടാവില്ല എന്തായാലും. പിന്നെ ഞാൻ സായിബാബേന്റെ കൂട്ടിട്ട് വാസം. അതെ, അഭയാണ് നമ്മുടെ പേഴ്സും ഉണ്ട്, അമ്മാമ്മേന്റെ പേഴ്സ്. കുറച്ചുകൂടെ കഴിഞ്ഞ് ബൈക്കിലെ പോവാല്ലേ? അതെ, ഷാനിയ ലൈസൻസ് എടുക്കാൻ പോവാണ്. അയ്യോ, എന്റെ നാട്ടിക്കല്ലേ എനിക്ക് കിട്ടൂല. കിട്ടും, മോട്ടിവേറ്റ് നീ സ്വയം. കിട്ടും. അഭയനെ വെച്ച് പോയില്ലേ നീ? അതല്ല ഓടിക്കണ്ടേ, കയറല്ലേ കൊടുത്തേ. അവന്നാ അങ്ങനത്തെ. അയ്യോ, എന്താ വണ്ടി കിട്ടില്ല അല്ലേ? ഒറ്റ മൈന അഭയ അങ്ങോട്ട് നോക്ക. അല്ല, ഒറ്റ മൈനേനെ രണ്ടാള് കാണണം, 2 മൈനേനെ ഒരാള് കാണണം, അങ്ങനല്ലേ? ഒറ്റ മൈനേനെ കണ്ട ദുഃഖ എന്നാ പറയാ അല്ലേ? ഒറ്റ മൈനയുടെ ദുഃഖം അങ്ങനെ എന്താ പറയും. ഒറ്റ മൈനേനെ കണ്ടിട്ട് 2 മൈനേനെ കണ്ടാൽ സന്തോഷം വരും, 2 മൈനേനെ കണ്ടാൽ സന്തോഷം വരും, ഒറ്റ മൈനേനെ മാത്രം കണ്ടാൽ ദുഃഖം വരും. നമ്മളെങ്ങനെയാ പറയാ? ഒറ്റ മൈനേനെ കണ്ടാല് അപ്പാട് വേറൊരാൾക്ക് കാണിക്കണം, 1 മൈനേനെ 2 ആള് കാണണം, 2 മൈനേനെ ഒരാൾ കാണണം, അങ്ങനെ. ഞങ്ങൾ ഇങ്ങനെ അപ്പുറത്താൾക്ക് ദുഃഖം കിട്ടാൻ വേണ്ടി ഇങ്ങനെ വിളിച്ച് കാണിച്ചെടുക്കും. ഉണ്ടാവും. ഞാൻ പിങ്ക് ബസ് അല്ലാണ്ട് ബ്ലൂ ബസ് ഉണ്ട് ഫ്രീ. പുതിയതടി നല്ല പുതിയ ഇപ്പൊ ഉദ്ഘാടനം കഴിഞ്ഞ ബസ്സൊക്കെ നല്ല സെറ്റപ്പ് ബസ് ഫ്രീ.
കൂട്ടുകാർക്കുണ്ടാവും. നമ്മൾ ഡിമാർട്ടിലെത്തിക്കുന്ന സോപ്പുകളെ, ഇതാണ് നമ്മുടെ ഡിമാർട്ട്. ഇത് കാണുമ്പോ പുറത്തുനിന്ന് കുറച്ച് ഡിമാർട്ടിലാണുള്ളത്. അങ്ങനെ നമ്മള് ഡിമാർട്ടിൽ പോയി വന്നു ഗൈസ്. ചത്ത് കുത്തിരിക്കുന്നുണ്ട്. നമ്മള് മേടിച്ച സാധനങ്ങള് ഇപ്പൊ നമ്മള് ഇത്ര സാധനങ്ങളാണ് ഡിമാർട്ടിന്ന് വാങ്ങിച്ചേക്കണേ. ഡിമാർട്ടിൽ പോയപ്പോ അവര് പറഞ്ഞു ഗൈസ്, എന്താ പറഞ്ഞേ, വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോ എടുക്കാൻ ഞാൻ അവരപ്പ പറഞ്ഞു. അപ്പൊ ഞങ്ങക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് സാധനം. ഇതിന്റെ പ്രൈസ് എത്രയാണ് നിങ്ങൾ ഗസ് ചെയ്യേ. ഓക്കെ, ഇനി അടുത്ത സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് എടുക്കട്ടെ. ഇതൊക്കെ ഞാൻ ഇടൂട്ടോ. ഇതറിയാ, ഇത് ഷാനിയ ബാബുന്റെ മൂൺ ഫിൽസ്. ഡിമാർട്ടിൽ സത്യം പറഞ്ഞ നല്ല ലാഭമാണ്. മൂൺ ഫിൽസിന് 4 100 രൂപ, ഒരെണ്ണത്തിന് എത്രയാ? 20 രൂപ ലാഭം. ശരിയാ. പിന്നെ ഇതിനെത്രയാ? ഇത് 200ന്റെ 180ക്ക് കിട്ടി ഗൈസ്. ഇത് ഞാൻ മേടിച്ചതാണ്. ഒരു 3 പീസ്. ഓക്കെ, നമ്മൾ ക്ലിപ്പ് വാങ്ങിച്ചതാ ഗൈസ്. നമ്മളെല്ലാ മാസവും ഇപ്പൊ ക്ലിപ്പ് വാങ്ങേണ്ട അവസ്ഥയാണ് അല്ലേ? ഒന്ന് വിവരിച്ച ഷാനി അതിനെ പറ്റി. എന്തുകൊണ്ടാണ് നമുക്ക് എല്ലാ മാസവും ക്ലിപ്പ് വാങ്ങേണ്ട അവസ്ഥ വരുന്നത്? മോഷ്ടിക്കാൻ നമ്മുടെ ക്ലിപ്പ് അല്ലേ? ഇതിനിപ്പോ എത്ര രൂപയാണെന്നറിയോ? ഇതിന് 99 രൂപ ഗൈസ്. ഈ ഒരു ബണ്ടിൽ ക്ലിപ്പിന് ലാഭ. ഹിമാലയയുടെ എന്തായാലും കറക്റ്റ് MRP എത്രയെങ്കിലും രൂപ എന്തായാലും കുറവുണ്ടാവും ഡിമാർട്ടില്. വെളിച്ചെണ്ണ അത്ര ഗുണമുള്ളതുകൊണ്ടല്ല, പക്ഷെ വില കുറവായതുകൊണ്ട് നമ്മളിത് വാങ്ങണം. ലാസ്റ്റ് എടുക്കാം. സർപ്രൈസ്. അത് രാഗിപ്പൊടി. ഞങ്ങൾ ഇനി തൊട്ട് ഡയറ്റാണ്. ദോശയാണ് രാത്രി ഡെയിലി. ഗോതമ്പ് അല്ലെങ്കിൽ അതെ, ഗോതമ്പ് അല്ലെങ്കിൽ എന്നിട്ട് രാഗിപ്പൊടിയുടെ ദോശ. ഹെൽത്തി ഡയറ്റ് ആണ് ഞങ്ങള്. വെള്ളക്കടല. സോപ്പ് പൊടി, ഏറ്റവും വില കുറവുള്ള സോപ്പ് പൊടി. 70 രൂപയുള്ളൂ ഗൈസ് ഈ 1 കിലോ സോപ്പ് പൊടിക്ക്. അരി മേടിച്ചില്ലേ നമ്മള്? അരിപ്പൊടി കിട്ടിയില്ലല്ലോ, അതിന് പകരം രാഗിപ്പൊടിയുടെ ദോശ ഉണ്ടാക്കി തിന്നാൻ പറ്റുമോ? അപ്പൊ എന്തെങ്കിലും പകരം വേണ്ടേ? ഓക്കെ. അരി സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചു. റേഷനിൽ ഞങ്ങക്ക് 40 രൂപയ്ക്ക് 10 കിലോയ്ക്ക് കിട്ടിയിരുന്നു അല്ലേ? ഇതിപ്പോ എത്ര കിലോ? 60 രൂപയ്ക്ക് ഒരു 10 രൂപ 1 കിലോ. ആ 10 കിലോന് 100 രൂപ. ആ പിന്നെ ഗ്രീൻ പീസ്. പിന്നെ ഉപ്പ് അവയെ കാത്തിരിക്കും. പിന്നെ കടുക്. പിന്നെ വിം. ഇതാരാ മേടിച്ച്? ഷാനി അതിനെ പറ്റി വിവരിക്കും.
ഡിമാർട്ടിൽ പോയാല് ഒരു മിൽക്കി ബാർ വാങ്ങും, അല്ലാണ്ട് വേറെ ഒന്നും വാങ്ങില്ല. നമ്മളാണ് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം വാങ്ങിക്കുക. ഇങ്ങനത്തെ സാധനം ഞാൻ ഷാനിയാണ് മെയിൻ ആയിട്ട് ചെലവാക്കുക. കണ്ടു കഴിഞ്ഞാൽ എടുത്ത് പോവും. നോർമലി നിങ്ങളെല്ലാരും അങ്ങനെയല്ലേ കമന്റ് ചെയ്യണം കേട്ടാ. ഇവൾക്കതില്ല, ഒരു വികാരമില്ലാത്ത ജീവിയായത്. അങ്ങനെ ഇന്ന് വാങ്ങിച്ചു. ഇന്ന് അബേനെ ഞങ്ങള് പറഞ്ഞു അബേ അവസാനം ന്യൂട്ടല്ല വാങ്ങിച്ചത്. അത് എത്ര രൂപയുടെ ന്യൂട്ടല്ല അബയെ? 320 രൂപയുടെ 400 രൂപയുള്ളത് 320 രൂപ. അയ്യോ, ഞാൻ വാച്ചിക്ക് ഒരു ക്ലിപ്പ് വാങ്ങിച്ചു. ഗൈസ്. ഇതിനും 49 ഉള്ളൂ. 49 രൂപയ്ക്ക് ലാഭല്ലേ? ലാഭം. നല്ല രസത്തിലേക്ക് നല്ല ഇഷ്ടമായി. ഇതിന്റെ കളർഫുള്ളും ഉണ്ടായിരുന്നു, പക്ഷെ കളർഫുള്ളിനൊക്കെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. രണ്ടു ദിവസം ഉണ്ടാവും. അപ്പൊ ഇതാണ്. ഇതിനൊക്കെ കൂടി നമുക്ക് എത്ര രൂപയായി? ബില്ലെടുക്കും. ബില്ലെവിടെ? അതെ, നമ്മള് ഓരോരുത്തരുടെ ടോട്ടൽ കൂട്ടും, എന്നിട്ട് ഓരോരുത്തരുടെ എക്സ്പെൻസ് മൈനസ് ചെയ്തിട്ട് ടോട്ടൽ ആയിട്ടുള്ളത് സ്പ്ലിറ്റ് ഇടും. അബയ്ക്ക് എന്താണ് ഇപ്രാവശ്യം ന്യൂട്ടല്ല വാങ്ങിയതിനെ കുറിച്ച് പറയാനുള്ളത്? അടുത്ത പ്രാവശ്യം ഇതുപോലെ തുടരുമോ അതോ അതെന്താ തുടരാത്തത്? അബയാണ് ഇവിടെ ആകെ കൂടിയുള്ള എന്താ പറയാ, കുടുംബത്തെ പറ്റി ചിന്തിച്ച് എനിക്ക് എന്റെ ഷാനിയുടെ അമ്മയും അച്ഛനും എങ്ങാനും ഞങ്ങളുടെ ഒപ്പം ഇതുപോലെ ഡിമാർട്ടിക്ക് വന്ന് പറയും, കണ്ട അവനെ കണ്ടു പഠിക്കാം കുട്ടി കണ്ട, അങ്ങനെ പറയും. അപ്പൊ നമ്മളെ ഡിമാർട്ടിത്തെ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോ അടുത്ത വീഡിയോയിൽ വരുന്നവരെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.